ഹലോ ഗൈസ്, ഇറ്റ്സ് മീ VGZYT. എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ പിന്നിൽ നോക്കിയാൽ തന്നെ കാണാം, നമ്മൾ എന്താ പറയുക, വീടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി നല്ലൊരു രീതിക്ക് നമ്മൾ ഈ വീട് പണിതിട്ടുണ്ട്. ആൻഡ് നമ്മൾ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എന്നുവെച്ചാൽ വീഡിയോ ഓഫ്ലൈനിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വീട് കാണിച്ചു തരാം. വീട് കുറച്ചും കൂടി നന്നായിട്ട് റൂഫൊക്കെ ഞാൻ കുറച്ചും കൂടി ഒന്ന് കയറ്റിയിട്ടൊന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം മുമ്പത്തെ എന്തൊരു ഷെഡ് പോലെയായിരുന്നു. ഇപ്പോൾ എന്താ സംതിങ് ഫ്രണ്ടിൽ വരാന്തൊക്കെ വെച്ചിട്ട് ചെറിയൊരു വീടിൻ്റെ ഒരു ലുക്കിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ ഉൾഭാഗത്ത് ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് മുകളിൽ അല്ലേ കുറച്ച് ചെസ്റ്റ് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് അയ്യം കിട്ടിയ ഒരു കേവില്ല അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ പിന്നെ നല്ല രീതിക്ക് ഡീപ്പ് കേവ് തന്നെയായിരുന്നു അത്. ഞാനത് പരമാവധി ചാവുന്നത്ര എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഫുഡ് തീർന്നപ്പോഴാണ് കേവിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആൻഡ് എനിക്ക് 12 ഡയമണ്ടും 35 അതിന് പിന്നെ നമ്മുടെ നല്ല ലാപ്പിസും പിന്നെ കുറച്ച് ഗോൾഡും പിന്നെ അവിടെ ഗ്ലോയിങ് സ്കിഡൊക്കെ ഉണ്ടായിരുന്നു. അതിനെയും കൊന്നിട്ട് നമുക്ക് ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വാല്യുബിൾസ് ഞാൻ ഈ ചെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആൻഡ് പിന്നെ ഞാൻ ഓഫ്ലൈനിൽ കുറേ അധികം ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വീട് എന്താ പറയുക, പണിയാൻ അത്യാവശ്യം നേരം എടുത്തു. ആൻഡ് പിന്നെ നമ്മുടെ ഈ ഒരു വീറ്റ് ഫാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ 2 ഫാം ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാനൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് കേവിൻ്റെ ഉള്ളിൽ പോയി മൈൻ ചെയ്യാൻ എന്താ പറയുക തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക, ജസ്റ്റ് പിക്കാക്സ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മൈൻ ചെയ്യുക. ആ ബ്ലോക്ക് പൊട്ടണതിൻ്റെ ഉള്ളിൽ പിന്നെയും കോബിൾ സ്റ്റോൺ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ അത് നേരെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ആയിക്കോളും. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ആൻഡ് പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത്രയൊക്കെ തന്നെ നമ്മൾ ഓഫ്ലൈനിൽ എന്താ പറയുക നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ വില്ലേജ് കാണാമല്ലോ ഓപ്പല, ആ വില്ലേജിൽ നിന്ന് നമ്മൾ ഇന്ന് വില്ലേജേഴ്സിനെ പിടിച്ചുകൊണ്ടൊരു ബ്രീഡർ സെറ്റ് ചെയ്യാൻ പോകണം. കാരണം നമുക്ക് വില്ലേജേഴ്സിൻ്റെ അത്യാവശ്യമുണ്ട്. കാരണം നമുക്ക് ട്രേഡിങ് ഹാൾ വേണം. ആൻഡ് അയൺ ഫാം എന്തായാലും വേണം. കാരണം നമുക്ക് നല്ല രീതിക്ക് അയണിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാനവിടെ മൈനിൽ കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ടാവശ്യം നമുക്ക് റെയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് വില്ലേജേഴ്സിനെ ഏകദേശം ഇവിടെ എവിടേക്കായാലും കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് ഒരു വില്ലേജർ ബ്രീഡർ പണിയണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ആൻഡ് ഞാൻ ചെറിയ വീഡിയോസായിട്ടാണ് ഇനി ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വീഡിയോസൊക്കെ നല്ല രീതിക്ക് ലെങ്ത് ആവുന്നുണ്ട്. ഇപ്പോൾ നെട്ട വീഡിയോസൊക്കെ 30 മിനിറ്റിൻ്റെ വീഡിയോസ് ആവുന്നുണ്ട്. പരമാവധി ഞാൻ 15-20 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഗൈസ്. ആൻഡ് പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ആ വില്ലേജ് വരെ പോകണം. ആൻഡ് നമുക്ക് കുറച്ചധികം ഐറ്റംസ് എടുക്കാണ്ട്. പിന്നെ എൻ്റെ ഇൻവെൻറ്ററി ഒന്ന് ക്ലിയർ ചെയ്യണം. കുറേ അധികം ഐറ്റംസ് എൻ്റെ ഇൻവെൻറ്ററിയുടെ അകത്തുണ്ട്. ആൻഡ് നമുക്ക് ഇതൊക്കെ ഓടട്ടോ, കുറച്ച് ഡെഡ് ബ്ലോക്ക് ഇരുന്നോട്ടെ. കാരണം കിട്ടിയിട്ടുണ്ട്, നല്ല ആവശ്യം വരും. ക്യാരറ്റൊക്കെ പിന്നെ നമുക്ക് ക്യാരറ്റ് നല്ല രീതിക്ക് നമുക്ക് ആവശ്യം ഉണ്ടാവും. പിന്നെ ക്യാരറ്റ് കാരണം നമുക്ക് ബ്രീഡർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ക്യാരറ്റിൻ്റെ നല്ല ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് റെയിൽസ് നമുക്ക് വേണം. റെയിൽസ് ഞാൻ കുറച്ചുകൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി വേണം, അത് ഭയങ്കര കുറവാണ്. ആൻഡ് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ റെയിൽ ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ മറന്നു. എന്നിട്ട് ജസ്റ്റ് ഞാൻ യൂട്യൂബിൽ, കാരണം എനിക്ക് റെസിപ്പി കാണിക്കുന്നുണ്ടായിരുന്നില്ല. അയണും സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റെയിലിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നില്ല. അവസാനം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അവസാനം പഠിച്ചു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് റെസിപ്പി അൺലോക്ക് ആയി വരുന്നത്. നമുക്ക് ഇത്രയും റെയിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് മൈൻ കാർട്ട് കുറച്ച് ഉണ്ടാക്കാം. 2 ഉണ്ടാക്കിയാണ്. ആൻഡ് ഓക്കെ, പിന്നെ നമുക്കൊരു കമ്പോസ്റ്റർ ഉണ്ടാക്കണം. കമ്പോസ്റ്റർ ഞാൻ തോന്നുന്ന പേര് ആ സാധനം ഉണ്ടാക്കണം. ആൻഡ് തടിയില്ല. ഓക്കെ, തടി ഇപ്പോൾ ഭയങ്കര ക്ഷാമമായി തുടങ്ങി. കാരണം നമ്മുടെ ഈ വീട് പണിയാൻ കുറച്ച് കണ്ടില്ലേ, ഇതൊക്കെ സ്ട്രിപ്പ് ലോഗ്സാണ്. നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക ക്രിയേറ്റിവിറ്റി പിടിച്ചാണ്, വലിയ കാര്യമൊന്നുമില്ല.
അറിയാമല്ലോ നമ്മളെത്ര വലിയ ക്രിയേറ്റീവ് എന്നല്ല. ആൻഡ് ഇഷ്ടപ്പെട്ടു ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, കുറേ നേരം ഇരുന്നിട്ട് ഗ്രൈൻഡ് ചെയ്തതിൻ്റെ ഇതുണ്ട്, സന്തോഷമുണ്ട്. ഓക്കെ, ആൻഡ് നമുക്കിന്നൊരു കമ്പോസ്റ്റർ ഉണ്ടാക്കണം. അവിടെ ഓക്കെ, സ്ലാബ് കൊണ്ടാണെന്ന് തോന്നുന്നു കമ്പോസ്റ്റർ, തിങ്ക്. അതെ, യെസ്, നമുക്കൊരു കമ്പോസ്റ്റർ മതി. ആൻഡ് നമുക്ക് 2 വില്ലേജേഴ്സിനെ ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവരണം. ഭയങ്കര റിയലി ബിഗ് ടാസ്ക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വില്ലേജേഴ്സ് യെസ് അനോയിങ് ആണ്, നല്ല രീതിക്ക് അനോയിങ് ആണ്. ആൻഡ് പരമാവധി ഞാൻ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വില്ലേജിലെത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഓ ഗൈസ് തീർന്നു. എൻ്റെ കയ്യിൽ ബാഡ് ഓമൻ ഉണ്ടായിരുന്നു. നോ ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ഇപ്പോൾ റേഡ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രിപ്പയർഡ് അല്ല ഞാൻ ഗൈസ്. ഞാൻ പൊട്ടനാണ് ഗൈസ്. ഓ നോ, പുല്ല്. ഓ ആക്സോണ്ടോ കിട്ടിയ ഒമ്മേ. ഓ ഗൈസ്, നല്ല അടിക്കുന്നുണ്ട്. ചത്ത് 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 ചത്ത്. ഓക്കെ ഓക്കെ, ഓടുക വേറെ നിർത്തിയില്ല. ഓ ചത്ത് ചത്ത് ഇട്ട ചത്ത്. ഓട് ഗൈസ് തീർന്ന്. ഞാൻ എന്താ പറയുക, സ്ക്രീൻ റെക്കോർഡ് ചെയ്യണ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ബാഡ് ഓമൻ ഉണ്ടെന്ന്. ബട്ട് ഞാൻ പിന്നെ അതിന് ശേഷം മൈൻഡ് ചെയ്തില്ല, പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു അടി കിട്ടുമെന്ന്. ഗൈസ് അത് ഭയങ്കര ഇതായിപ്പോയി, കാരണം നമുക്കൊന്നുമില്ല ഇപ്പോൾ റിയലി ആർമർ. ആൻഡ് ഓക്കെ, അടുത്ത ഒരെണ്ണം കിട്ടി. ഇതും കൊണ്ട് ഇനി നമ്മൾ ഇല്ലല്ലേ. ഓക്കെ, ഭയങ്കര ഇതായി പോയല്ലോ. തന്നെ പോയോ. അയൺ ഗോളത്തിൽ നമ്മൾ തല്ലിക്കൊന്നുകൊണ്ട് പിന്നെ ഇവന്മാരെ കൊല്ലാൻ വേറെ ആരും ഉണ്ടാവില്ല. തീർന്നു കേട്ടോ. പ്രതീക്ഷിക്കാത്തൊരു സംഭവം കിട്ടി. ഒരുത്തിനും കൂടി ഉണ്ട്, എന്നെ എവിടെയാന്ന് അറിയണം. ഒരു സെക്കൻഡ്, ഞാൻ പോട്ടറാ ഭയങ്കര. ഓക്കെ, എടാ പോടാ. ഓക്കെ, നല്ല അയണുണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മളായിട്ട് തുടങ്ങി നമ്മളായിട്ട് തന്നെ അവസാനിപ്പിക്കും. നമ്മളായിട്ട് തുടങ്ങി നമ്മളായിട്ട് തന്നെ അവസാനിപ്പിക്കും ഗൈസ്. ഓക്കെ, അടുത്ത റൈഡ് ഞാൻ എന്തായാലും ഹൈ ഗ്രൗണ്ട് പിടിക്കട്ടെ. ലോ ഗ്രൗണ്ട് കണ്ടിട്ട് കാര്യമില്ല. ആരും മണ്ണൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് തന്നെ ആവശ്യത്തിനുണ്ട് കയ്യിൽ. ആൻഡ് ഇനി മറ്റോമാർ വന്നാലാണ് സീനാവുക. ആ ഒരു എന്താ പറയുക, പേരിക്ക് അറിഞ്ഞൂടാ, മറ്റേ ഒരു ഹൈറ്റ് വലിയ ആനയുടെ പോലെ ശരീരമൊക്കെ ഉള്ള സാധനമല്ലേ, ഇത് വന്നാലാണ് സീനാവുക. തന്നെ ഒരു അയ്യോ. ഞാൻ ഈ റൈഡ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട്, കാരണം പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിക്കുന്നു. ഓ നോ ചത്ത്. ഞാൻ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും കൊന്നു. ഫസ്റ്റ് ഡെത്ത് ആയിട്ടുണ്ട്. എന്തായാലും നൈറ്റ് ആവുന്നുണ്ട്, ഉറങ്ങിയിട്ട് വരാം. പിന്നെ അത് ചാവാൻ കാരണം ഐ തിങ്ക് അവരുടെ എക്സോണ്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് സെക്കൻഡ് നേരത്തെ നമ്മുടെ ഷീൽഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എന്തോ ഉണ്ട്. ഞാൻ മണ്ടത്തരാണ് കാണിച്ചത് എന്ന് എനിക്കറിയാം, കാരണം പെട്ടെന്ന് കണ്ടില്ല, റിയലി ഞാൻ കണ്ടില്ല. ബാഡ് ഓമൻ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് പെട്ടെന്ന് എന്താ പറയുക, നമ്മുടെ ഈ ഒരു വില്ലേജർ വീഡർ
ചെയ്യണമെന്ന് വെച്ചിട്ട് പെട്ടെന്നാണ്ട് പോവുക ചെയ്ത വീഡിയോയുടെ ഫ്ലോയിൽ അങ്ങോട്ട് പോയി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു. വേറെ ബേഡമേ ശ്രദ്ധിച്ചില്ല. വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് പിന്നെയും വില്ലേജിലെത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഇന്ന് 2-1 അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഒന്നെങ്കിൽ ഞാനല്ല ഞാൻ റെയ്ഡ് അതിനെ കൊന്നിട്ട് അല്ല അവന്മാരെ തീർക്കും. എന്നെ കൊന്നു. റിവെഞ്ച്, ഇറ്റ്സ് റിവെഞ്ച് ടൈം ഗൈസ്. യെസ്. സോ ഇന്നത്തെ വീഡിയോ ഇനി റെയ്ഡ് ഒന്നും തീരുമെന്ന് അറിയത്തില്ല. സോ വേണ്ട നോക്കാം ഗൈസ്. നമുക്ക് വീഡിയോ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ ചിലപ്പം നമ്മൾ റീഡർ ഉണ്ടാക്കില്ല. എനിക്ക് എൻ്റെ ആർമറൊക്കെ തിരിച്ച് വേണം. അതിലൊന്നുമില്ല, ഒന്നിലാണ്ടാണ് പോണത്. സോ ഓക്കെ, റെയ്ഡ് ഉണ്ട്. അയൺ കുളത്തിന് നമ്മൾ കൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല, പോയി. ഓക്കെ, എൻ്റെ അവന്മാരുടെ കടി കിട്ടി ഞാൻ തീർന്നു കേട്ടോ. മൾട്ടി ഷോട്ട് പോയോ? മൾട്ടി ഷോട്ട് പോയോ? നമുക്ക് എന്തായാലും തൽക്കാലത്തിനൊന്നും മാറിക്കാം. എന്ത് കഷ്ടം, നമുക്ക് മണ്ടത്തരം. എടാ ഒന്ന് പോടാ, എന്നെ വിട്ടു പോടാ. എന്തായാലും ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. ആർമറൊക്കെ പൊട്ടി തുടങ്ങി. നമ്മൾ തീർത്തിട്ടുണ്ട്. ഷീൽഡോടെ. ഓക്കെ, സോ ഇതല്ല ഇനി സീനാകാൻ പോകുന്നത്. ഇനി മറ്റേ ആ ഒരു പറഞ്ഞില്ലേ ഒരു ആനയുടെ അത്ര തടിയുള്ള ഒരു സാധനം, അത് വരുമ്പോഴായിരിക്കും. റിയലി വെറീഡ്. ഓക്കെ, സൗമാരുടെ അടി കണ്ടോ നിങ്ങൾ? ഐ തിങ്ക് നമ്മുടെ ആർമർ ഇപ്പം തന്നെ പൊട്ടും. ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അവനെ കൊല്ലാം. അല്ലാണ്ട് നടക്കില്ല. കാരണം ഓക്കെ എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ, ചത്താൻ്റെ ബാനർ വയ്ക്കും. എന്നിട്ട് മഴയും പെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇത് ഭയങ്കര മെനക്കെട്ടൊരു പണിയാണ് കേട്ടോ ഈ ഒരു റൈഡ് ഡിഫീറ്റ് ആക്കൽ. ഒരുത്തനും കൂടി ഉണ്ട് ബാക്കി. സോ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു റൈഡ് ഫുള്ള് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒന്നും നടക്കില്ല. നമ്മുടെ ഈ ബ്രീഡർ ബിൽഡിംഗ് ഒന്നും നടക്കില്ല. സോ അപ്പോൾ എന്തായാലും ഞാൻ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ, സോ ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് റൈഡൊന്നും തീർന്നിട്ടില്ല. കാരണം ഭയങ്കര കാണിച്ചു തരാം. ഇതേണ്ട VGZ White is loan by Vindicator, Ravager, Pillager, Ravager, Vindicator. ഇതാണ് ഇപ്പോൾ അവസ്ഥ. കയറി ചെന്നാൽ അടിക്കുക. ആർമർ ഉണ്ടോ മൊത്തം പോയി. അത് സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാനുണ്ടായൊരു മണ്ടത്തരം തന്നെയാണ്. ഇതിന് വേറെ പറയാനൊന്നുമില്ല. ഓക്കെ, കാരണം കാണിച്ചാൽ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് കാണിച്ചത്. എനിക്ക് ചത്തതിനൊരു പരിധി ഇല്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കണ്. നമുക്ക് കുറച്ച് ആർമർ ഉണ്ടാക്കിയിട്ട് വേണം. ഞാൻ ആ ഒരു കാരണം ഞാൻ വിചാരിച്ച് തീർക്കാൻ പറ്റുന്നതാണ്. ബട്ട് അതിൽ മറ്റേ വെക്സിനെ സ്പോൺ ചെയ്യണമാർ വന്നിട്ട് നല്ല അടിയുണ്ട്. അതുകൊണ്ട് എനിക്കിനി ആർമറിലാണ്ട് ഇനി ഒരു സെക്കൻഡ് വരെ ഞാൻ അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ആൻഡ് ഐ തിങ്ക് എൻ്റെ അയൺ മൊത്തം കഴിഞ്ഞു. ഞാൻ കൂടി ഡയമണ്ടാണ്. ഡയമണ്ട് ആയാലും ആർമർ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 4, 5, 9. ഓ പറ്റൂല. എന്നാൽ നമുക്ക് ഇനിയും വേണം. ഈ ആർമർ ഇട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിലെല്ലാം ചെയ്യാൻ പറ്റും.
മറ്റേ ആൻവിൽ ഉണ്ടാക്കണം. ഇതിനിപ്പോൾ നമുക്ക് ടൈമില്ല. എൻ്റെ റെയ്ഡ് ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടേ പറ്റത്തുള്ളൂ. ആൻഡ് നമുക്ക് അയൺ വെച്ചിട്ട് അയണില്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആക്ച്വലി. നിർത്തിയൊന്നുമില്ല. സോ നല്ല പണിയെന്ന് വെച്ചാൽ നല്ല രീതിക്ക് അവന്മാരുടെ അടിയെന്ന് വെച്ചാൽ നല്ല അടിയാണ്. ആക്സോണൊക്കെ അടിക്കണം. 2 ഹിറ്റ് തീർന്നു. ഇത്ര ചത്തേന് കണക്കില്ല. അതിൻ്റെ നമുക്ക് ഇനിയൊരു ഐ തിങ്ക് സോഡിനെങ്കാട്ടും നമുക്ക് ഡാമേജ് കൂടുതൽ ആക്സിനല്ലേ. ഒരു ആക്സ് ഡയമണ്ട് ആക്സ് കണ്ട് ഉണ്ടാക്കിയേക്കാം. കാരണം അവന്മാരെ കൊല്ലണം. ഐ തിങ്ക് 9, 7 ഒക്കെ ഡയമണ്ട് ആക്സ് ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോനൊക്കെ കൊല്ലും. ഒന്നും നോക്കാല്ലേ. ഇതൊരു ടോട്ടം പോലും കിട്ടിയിട്ടില്ല. എൻ്റെ അറിവിലൊരു വെക്സ് സ്പോണായിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു ടോട്ടം പോലും കിട്ടിയില്ല. കുഴപ്പമില്ല. നമ്മളിത് ടോട്ടത്തിന് വേണ്ടിയല്ലോ ഇപ്പോൾ നോക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് അവന്മാരെ കൊല്ലണം. ആൻഡ് ഡയമണ്ട് പോണേ പോട്ടേന്ന് വെക്കണോ? പോട്ടെ. ഡയമണ്ട് നമുക്ക് ഇനിയും ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, കവർമീത്ത് ഡയമണ്ട് അഡ്വാൻസ്മെൻറ്റ് കിട്ടാൻ പറ്റിയ നല്ല സമയം. ആൻഡ് ഫുഡില്ല. ഓക്കെ, ഫുഡുണ്ട്. ആൻഡ് പോഷൻ ഓഫ് ഹെൽത്ത് വല്ലതും ഉണ്ടോ? ഇല്ല, ഹെൽത്ത് അടിക്കാൻ പറ്റണമായിട്ട് വേറെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കയ്യിലൊന്നുമില്ല. കുഴപ്പമില്ല, സെറ്റാണ്. ആൻഡ് ചാവാൻ നല്ല സാധ്യത ഉണ്ട്. ഫസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം ഡൈം വെച്ചിട്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യും? ഉള്ളതുകൊണ്ട് വെച്ച് പോയിങ്ങനെ അവന്മാർ നല്ല രീതിക്ക് അടിക്കും. ആൻഡ് നമുക്കൊരു ക്രോസ് പോലെ ബോ ഉണ്ടാക്കണം. ഓക്കെ, ബോ ഉണ്ടാക്കാൻ സ്ട്രിങ് ഉണ്ട്. ഐ തിങ്ക് സ്ട്രിങ് 2 മതിയായിരിക്കും. പോരെ. ആൻഡ് സ്റ്റിക്ക് വേണം ഐ തിങ്ക്. ഓക്കെ, ഇല്ല പറ്റില്ല. ഓക്കെ, 3 വേണം സ്ട്രിങ്. നമ്മുടെ കയ്യിൽ 2 സ്ട്രിങ് ഉള്ളൂ. ഇത് 4 വെച്ചിട്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്നാലും ഞാൻ ട്രൈ ചെയ്യും. ആൻഡ് 9 ഏരോ. കാരണം അവന്മാരുണ്ടല്ലോ അടുത്തേക്ക് പോയിട്ട് കൊല്ലാൻ ഇച്ചിരി ടാസ്ക്. അപ്പോൾ നമ്മൾ ലോങ് റേഞ്ച് നിന്നിട്ട് അവന്മാരെ അടിക്കാനാണ് നോക്കണത്. ആൻഡ് വാട്ടർ ബ്രീത്തിങ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിൽ യൂസ്ഫുള്ളായിട്ട് ഐ തിങ്ക് ഒന്നുമില്ല അവിടെ. ഫയർ ചാർജ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, തൽക്കാലത്തിന് ഞാൻ പോവാണ്. എൻ്റെ ആർമർ പൊട്ടാറായിട്ടുണ്ട്. എൻ്റെ ഒരു അയൺ ഗോളം പോലും അവിടെ സ്പോണായിട്ടില്ല. കുഴപ്പമില്ല. നമുക്ക് ഈ ആക്സ് മതി. സോ ഇപ്പം എന്തായാലും എന്താവാന്നൊന്നും അറിയത്തില്ല. കാരണം എന്ത് സംഭവിക്കാന്ന് പോലും അറിയത്തില്ല. ഐ തിങ്ക് ലാസ്റ്റത്തെ റെയ്ഡ് സ്പോണിങ് ആണെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം ലാസ്റ്റത്തെ വേവാന്ന് തോന്നുന്നുണ്ട്. 5 വേവ് അങ്ങോട്ട് ഉണ്ടായിരുന്നതാണ് എനിക്ക്. 5 or 6 സംതിങ് ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിക്ക് അല്ല, മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മണ്ടത്തരം. സീരിയസ്ലി നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ റെയ്ഡിന് വേണ്ടി തുടങ്ങിയതല്ല. ബട്ട് റെയ്ഡിനാണ് തുടങ്ങിയത്. ഞാൻ വലിയൊരു മണ്ടത്തരം തന്നെയാണ് കാണിച്ചത്. ആൻഡ് നമുക്ക് എന്തായാലും ഓരോന്നിനെ എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് കളിക്കുന്നു. എത്ര നേരം അതിനെ വെച്ച് കളിച്ചിരുന്നു. നമുക്കതിനെ വെച്ച് ഒന്നുകൂടി കളിക്കാം. ഓക്കെ, എന്തുണ്ടായാലും മോളി തരാം. മോളിക്ക് വെറുതായിരുന്നെങ്കിൽ തരുവാണ് മോളിക്ക്. മുമ്പോ നമുക്ക് വലിയ ഡാമേജ് എടുക്കുന്നില്ല. ഞാൻ സ്പോൺ ചെയ്തു ഗൈസ്. ഞാൻ വെക്സ് സാധനം അതിന് സ്പോൺ ചെയ്തു. എനിക്കിഷ്ടമല്ല. എൻ്റെ അടി നല്ല ഡാമേജ് ഉണ്ട്. അതിൻ്റെ ചാവും. ഞാനിപ്പോൾ ചാവും. ഭയങ്കര ആർമർ ഏകദേശം പൊട്ടാനുള്ള രൂപത്തിലായിട്ടുണ്ട്.
അങ്ങനെ ടോട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് റെയ്ഡ് ആൻഡ് ഗൈസ് ഫൈനലി നമ്മുടെ റെയ്ഡ് എങ്ങനെയാണ് ഉണ്ടായെന്നൊക്കെ അറിഞ്ഞൂടാ, ചോദിക്കരുത്. ഒക്കെ അറിഞ്ഞൂടാ എങ്ങനെ റെയ്ഡ് ഉണ്ടാവും. വെള്ളത്തിൻ്റെ അടി പോയിങ്ങനെ അവന്മാരൊന്നും ചെയ്യില്ല എന്നുണ്ട്. സഫക്കേറ്റ് വെച്ചാൽ അവിടെ എന്ത് തേങ്ങയാടോ അതൊക്കെ. പിന്നെയും ചത്തു. ടോട്ടം ഫണ്ടയും പൊട്ടിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു നടക്കില്ല. ഓക്കെ, അവന്മാർ തന്നെ ചത്തുകൊണ്ട് എന്തായാലും നല്ല പെട്ടെന്ന് ചത്തുപോട്ടെ. നമുക്കൊന്നും തന്നെ പിടിക്കാൻ പറ്റില്ലടോ. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് റെയ്ഡ്. എല്ലാതും റെയ്ഡ് മാത്രമല്ല എല്ലാ കാര്യങ്ങളും. കൂടല്ല ഐ തിങ്ക് സത്യം പറഞ്ഞാൽ ഫൈറ്റ് ചെയ്തപ്പോൾ വെറുതെയാണ് ഗൈസ്. ഓക്കെ, ഫൈറ്റ് ചെയ്തപ്പോൾ വെറുതെ ഉണ്ട്. ആർമറൊക്കെ തിരിച്ചു കിട്ടിയില്ലേ? എനിക്ക് പൊട്ടണം കിട്ടിക്കോട്ടെ, പിന്നെ നല്ല ഇഷ്യമില്ല. ആൻഡ് ടോട്ടം ഓഫ് ഫണ്ടൈങ്, യെസ് ഗൈസ്, ടോട്ടം ഓഫ് ഫണ്ടൈങ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കുറേ നേരം ഇതിൻ്റെ മുകളിലിരിക്കുന്നു. ഈ സാധനത്തിൻ്റെ മുകളിൽ തന്നെ കുറേ നേരം അത്യാവശ്യം ഞാൻ തല വേനച്ച് തുടങ്ങി. കുറച്ച് നേരം പോസ് ചെയ്ത് പോയി ഞാൻ. സോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, എനിക്കറിയാം, സോറി ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആൻഡ് അടുത്തൊരു വീഡിയോയിലായിട്ട് ഇൻട്രോ പറയാൻ പോട്ടെ. ഇൻട്രോ പറയാൻ നിർത്താം എന്തായാലും നല്ലത്. നമ്മൾ ഇൻട്രോയിലാണ് നമ്മളേതായാലും വീഡിയോ നിർത്തിയല്ലോ. ഓക്കെ, ആൻഡ് നമുക്ക് വില്ലേജിൽ തന്നെ സോ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അവനോ സാധനം എടുക്കാൻ പറഞ്ഞു. നമ്മുടെ ഡയമണ്ട് ആക്സ് കിട്ടിയില്ല. ഡയമണ്ട് ആക്സ് കാണാനില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു പ്രൊജക്റ്റ് നടന്നില്ല. വില്ലേജർ ട്രേഡിങ് നടന്നില്ല. വില്ലേജ് ട്രേഡിങ് അല്ല, വില്ലേജർ ബ്രീഡർ. ആൻഡ് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഭയങ്കര ഒരു എപ്പിസോഡായിരുന്നു. വലിയ എന്താ പറയുക, ഒരു എന്താ പറയുക, സാഡ് എൻഡിങ്ങിലാണ്. നമ്മുടെ ആക്സ് കാണുന്നില്ല, വിഷമമൊന്നുമില്ല. ഓക്കെ, ആൻഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഡയമണ്ട് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ആക്സ് ആയിരുന്നു, ഡയമണ്ട് ആക്സ് ആയിരുന്നു. പോട്ടെ, കുഴപ്പമില്ല. കുറേ നോക്കി ആൻഡ് ഡയമണ്ട് ആക്സ് കണ്ടില്ല. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു റെയ്ഡ്. സോ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരും. അടുത്ത വീഡിയോയിൽ ഷുവറായിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കുന്നതായിരിക്കും. അത് ഇനിയിപ്പോൾ എത്ര റെയ്ഡ് വന്നാലും നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കുന്നതായിരിക്കും. ഇന്നത്തെ കണക്കൂട്ടിൽ നല്ല രീതിക്ക് തെറ്റി, പിന്നെ നല്ല രീതിക്ക് തലവേദനിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ കുറേ നേരം ഇരിക്കുന്നു. ആൻഡ് യെസ് ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.